കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക്. അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിന്റെ വിസ്താരം പൂർത്തിയായി. 109 ദിവസമാണ് ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. വിവരങ്ങളുമായി ആർ റോഷിപാലും ശ്യാം ദേവരാജും ചേരുന്നു. റോഷിപാൽ, നിർണായകമായ വിസ്താരം പൂർത്തിയായിരിക്കുന്നു. ഇനി വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം വിധിന്യായം, അല്ലേ? വിനീത, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ, രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് ഫെബ്രുവരി 17, 2017. അതിനുശേഷം നടന്ന വിചാരണ, അത് ഏതാണ്ട് വർഷങ്ങളായി വിചാരണ തുടരുകയാണ് കൊച്ചിയിൽ. ഏറ്റവും ഒടുവിൽ ജനുവരി 4 തുടങ്ങിയ അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിന്റെ വിചാരണയാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. 109 ദിവസമാണ് ഡിവൈഎസ്പി ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. അതിൽ 90 ദിവസവും ഈ കേസിലെ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകരാണ് ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. ഇനി പ്രതിഭാഗം സാക്ഷി വിസ്താരം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി അടക്കം ഈ വിചാരണയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് ബൈജു പൗലോസിന്റെ വിസ്താരം, അന്വേഷണ സംഘ തലവന്റെ വിസ്താരം പൂർത്തിയായത്. ഇതോടെ ഈ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ സുപ്രീം കോടതി തന്നെ ഒരു സമയം നിശ്ചയിച്ചിരുന്നു. ആ സമയത്തിനകം വളരെ വേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം വിചാരണ കോടതിക്കും നൽകിയിരുന്നു. ഏതായാലും വിചാരണ നീണ്ടുപോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തലവനായ ബൈജു പൗലോസിന്റെ വിസ്താരം പൂർത്തിയായിരിക്കുന്നത്. ശ്യാം ദേവരാജ് കൂടി ചേരുന്നു. ശ്യാം, ഇപ്പോൾ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. റോഷിപാൽ പറഞ്ഞതുപോലെ ഡിവൈഎസ്പി ബൈജു പൗലോസിനെ വിസ്തരിച്ചത് 109 ദിവസമാണ്. നമുക്കറിയാം, അതിജീവിതയ്ക്കും പ്രതിയായ ദിലീപിനും ഒരുപോലെ നിർണായകമാണ് ഇതിന്റെ വിധിന്യായം. ഇത്രയധികം ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വിസ്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തുടർ നടപടികൾ എന്താകും? വിധിന്യായം എപ്പോഴത്തേക്കായിരിക്കും എന്നൊരു ആകാംക്ഷയാണ് കേരളത്തിനാകെയുള്ളത്. അത് ആകാംക്ഷയായി കുറച്ച് ദിവസങ്ങൾ കൂടി അങ്ങനെ തന്നെ നിൽക്കും വിനിത വേണു. കാരണം ഇത് ഒരു വാദത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. വിചാരണ നടപടിക്രമങ്ങളാണ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്നത്. ആകെ 109 ദിവസമാണ് അന്വേഷണ സംഘത്തലവനായ 261ാം സാക്ഷി കൂടിയായ ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. ആ വിസ്താരമാണ് ഇന്ന് പൂർത്തിയായത്. ഏതാണ്ട് 109 ദിവസത്തെ വിസ്താരത്തിൽ 90 ദിവസവും നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചത് തന്നെയാണ് ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. പ്രതിഭാഗം അഭിഭാഷകനായ 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകനായ ബി രാമൻ പിള്ളയാണ്. ഇത്ര നാൾ, അതായത് 8 മാസത്തിലധികം, ജനുവരി 30-ാം തീയതിയാണ് ജനുവരി മാസം അവസാന ദിവസമാണ് ഈ കേസിൽ ബൈജു പൗലോസിന്റെ വിസ്താരം ആരംഭിക്കുന്നത്. ആഴ്ചയിൽ 4 ദിവസം വീതം, അങ്ങനെ നിരവധി ആഴ്ചകൾ, ഇത്രയും ദിവസമെടുത്താണ് അന്വേഷണ സംഘത്തലവനായ ബൈജു പൗലോസിന്റെ വിസ്താരം, സാക്ഷി വിസ്താരം പൂർത്തിയാക്കുന്ന. അതിൽ ക്രോസ് വിസ്താരവും കൂടിയുണ്ട്. ഈ ക്രോസ് വിസ്താരം എന്നത് 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ നടത്തുന്നതാണ്. അതിനാണ് ഇത്രയും കാലതാമസമെടുത്തത്. ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അന്ന് സംസ്ഥാന സർക്കാർ, പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം. എന്തുകൊണ്ട് വിചാരണ നീളുന്നു, അല്ലെങ്കിൽ വിചാരണ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞ തവണ തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ 261ാം സാക്ഷിയെ മാത്രം ഏതാണ്ട് 95 ദിവസത്തിലധികം വിസ്തരിച്ചു എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ തന്നെ കോടതി അറിയിച്ചത്. അത് കോടതിയുടെ വിശദാംശങ്ങൾ ആ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന കാര്യവുമാണ് പറഞ്ഞത്. 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഓടുന്ന വാഹനത്തിൽ കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെടുന്നത്, അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത്, ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ നേരത്തെ 15 പ്രതികളുണ്ടായിരുന്നു. അതിൽ 3 പേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 2 അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരെയാണ് പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 12 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. 1ാം പ്രതി പൾസർ സുനി, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ബലാത്സംഗ കുറ്റം. 8ാം പ്രതിയാണ് ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി കൂടിയാണ് നടൻ ദിലീപ്. പ്രധാന പ്രതിയാണ്. 8ാം പ്രതി ദിലീപിനെതിരെ ഈ കേസിന്റെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് 85 ദിവസമാണ് ദിലീപ് ജയിലിനുള്ളിൽ കിടന്നത്. 5 ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി മാത്രം
തള്ളിയത്. അതിന് മുകളിലേക്ക് പോയില്ല. പക്ഷേ 5 തവണ ഹൈക്കോടതി തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷമാണ് 86ാമത്തെ ദിവസം ദിലീപ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ദിലീപ് പ്രതിപട്ടികയിലേക്ക് വരുന്നതോടുകൂടി തന്നെ ഈ കേസിൻ്റെ മാനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് വിചാരണ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും ഈ കേസിൽ 8ാം പ്രതിയുടെ അഭിഭാഷകൻ, 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ തന്നെ ദിലീപിൻ്റെ ഭാഗം നിന്നുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വിചാരണ നീട്ടിവെക്കാൻ ശ്രമിക്കുന്നു. നീണ്ടുപോകുന്നതടക്കമുള്ള നിരവധിയായ ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിലടക്കം ഉയർത്തിയിരുന്നു. അങ്ങനെ ഇത് വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ നിർദ്ദേശം നൽകിയ ആ അന്തിമമായ സമയപരിധി മാർച്ച് 31 അവസാനിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം സമയം നീട്ടി അടിയന്തരമായി തീർക്കണമെന്ന് ഈ 8ാം പ്രതി ദിലീപ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിചാരണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നത് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി അത് നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ജനുവരി മുതൽ ഈ 261ാം സാക്ഷി കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ ബൈജു പൗലോസിനെ വിസ്തരിച്ചു. ആ വിസ്താരം ആകെ 109 ദിവസം നീണ്ടുനിന്നു. അത് തന്നെയാണ് ശ്യാം ദേവരാജ് ഏറ്റവും പ്രധാനവും. റോഷിപാൽ തുടരുന്നു. റോഷിപാൽ, ഇനി പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരവും വാദവുമാണ് നടക്കാനുള്ളത്. അത് എത്രത്തോളം നിർണായകമാണ്? വിനീത, ഈ കേസിൽ നേരത്തെ ശ്യാം ദേവരാജ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇത് വിസ്താരം ഏറ്റവും കൂടുതൽ നീണ്ടുപോയ അല്ലെങ്കിൽ വിചാരണ നീണ്ടുപോയ ഒരു കേസുകൾ ഒന്നുകൂടിയാണ് ഈ നടി ആക്രമിച്ച കേസ്. നേരത്തെ ഇതിന്റെ അന്തിമഘട്ടത്തിൽ കേസ് നിൽക്കുമ്പോഴാണ് സംവിധായകനായ ബാലചന്ദ്രകുമാർ നിർണായകമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. 2ാം ഘട്ടത്തിൽ ഒരു തുടരന്വേഷണം വരികയും ആ ഒരു തുടരന്വേഷണത്തിൽ ദിലീപിന്റെ ഉറ്റ സുഹൃത്തായ ശരത്തിനെ കൂടെ കേസിൽ പ്രതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ 10 പ്രതികളാണ് നടി ആക്രമിച്ച കേസിൽ ഉള്ളത്. അതിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായ പൾസർ സുനി ഉൾപ്പെടെ, പൾസർ സുനി ഇപ്പോഴും ജയിലിൽ കഴിയുന്നു. ഇതിൽ ഏറ്റവും പ്രധാന പ്രതികളിൽ ഒരാൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ നടൻ ദിലീപാണ്. ദിലീപിന്റെ അഭിഭാഷകർ തന്നെയാണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ദിവസം വിസ്താരം നടത്തുന്നതും. അതാണ് ഇതിൽ പ്രധാനപ്പെട്ടതും. അതിനിടയിൽ 21 സാക്ഷികളാണ് ഈ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിൽ കൂറുമാറിയ സാക്ഷികൾ സിനിമാ താരങ്ങൾ, പ്രധാനികളാണ്. AMMയുടെ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളൊക്കെ കൂറുമാറിയിരുന്നു. അവർ പോലീസിന് നൽകിയ മൊഴികളൊക്കെ കോടതിയിലെത്തുമ്പോൾ അവർ മാറ്റുകയായിരുന്നു. അതൊരു ഘട്ടത്തിൽ കേസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ കേസ് നേരെ ഈ പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾക്ക് അനുകൂലമാവുകയായിരുന്നു. ഏതാണ്ട് പ്രോസിക്യൂഷന് നേരത്തെ ലഭിച്ച തെളിവുകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ബാലചന്ദ്രകുമാർ നടത്തുകയും ചെയ്തത്. ഏതായാലും ഏറ്റവും സങ്കീർണമായ ഒരുപക്ഷെ വലിയ ചർച്ച, സംസ്ഥാനത്ത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്ത ഒരു കേസാണ്. രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം എന്ന ഒരു പ്രത്യേകത കൂടി ഈ കേസിനുണ്ട്. ഈ കേസിൽ സഹപ്രവർത്തകയെ കൊട്ടേഷൻ നൽകി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റമാണ് 2017 ഫെബ്രുവരി 17 കേരളത്തെ വിറങ്ങലിപ്പിച്ച ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം കൊച്ചിയിൽ ഉണ്ടായത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നതും. ഏതായാലും ഇപ്പോൾ സജീവ ചർച്ചയായ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നതടക്കം ഈ നടിയെ ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രൂപപ്പെട്ട WCCയുടെ ഇടപെടലായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമങ്ങൾ വ്യാപകമാണെന്ന ഒരു പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹേമ കമ്മിറ്റി നിശ്ചയിച്ചതും. അത്തരത്തിൽ സിനിമാ മേഖലയിലെ അക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പുറത്തു വരാൻ കാരണമായത് തന്നെ ഈ കേസാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ കേസ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക്, അതിന്റെ വിചാരണ കോടതി നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നത് ഒരുപക്ഷെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. കേസിലെ 8ാം പ്രതി നേരത്തെ ജയിൽ കിടന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കേസിൽ 8ാം പ്രതിക്ക് വേണ്ടി നിരവധി സാക്ഷികളെ കൂറുമാറ്റിയതായുള്ള തെളിവുകൾ നേരത്തെ റിപ്പോർട്ടർ ആണ് പുറത്തു കൊണ്ടുവന്നതും. അതിൽ പ്രധാന സാക്ഷിയെ അടക്കം സ്വാധീനിക്കാൻ വേണ്ടി അഭിഭാഷകർ ശ്രമിച്ചതിന്റെ തെളിവുകളടക്കം റിപ്പോർട്ടർ നേരത്തെ പുറത്തുകൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷണവും നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇനി ഏറ്റവും പ്രധാനം ഇനി അങ്ങോട്ടുള്ള സമയമാണ്. വളരെ നീണ്ടുപോയി വിചാരണ എന്ന് പരാതി നേരത്തെ സുപ്രീം കോടതിയെ തന്നെ സംസ്ഥാന സർക്കാർ ധരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിഭാഗം അഭിഭാഷകർ വലിച്ചു നീട്ടുന്നു, അനാവശ്യമായി വിചാരണ എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു കേസ് കൂടിയാണ്. അത് വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. വിനിത.
വൈകി ലഭിക്കുന്ന നീതി നിഷേധത്തിന് തുല്യം തന്നെയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചേ മതിയാവൂ. ശ്യാം ദേവരാജ്, റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. വിധിന്യായത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ സാക്ഷി വിസ്താരവും പ്രതിഭാഗത്തിന്റെ വാദവും ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ക്രൂഷ്യലായ ഒരു സ്റ്റേജിലൂടെ നടിയെ ആക്രമിച്ച കേസ് കേരളം ഇത്രയധികം ചർച്ച ചെയ്ത മറ്റൊരു കേസുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്ര കാലമായിരിക്കുന്നു, ഇത്രയധികം വർഷമായിരിക്കുന്നു, ഇപ്പോഴും ഒരു വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. വിചാരണ നീണ്ടു പോവുകയായിരുന്നു. അതിൽ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ പലതവണ പരാതികൾ ഉയർന്നു. കോടതിയിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പിക്കേണ്ടതുമുണ്ട്. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. നെടുമ്പാശ്ശേരി പോലീസ് 2017 രജിസ്റ്റർ ചെയ്ത 297 നമ്പർ ക്രൈമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്. ഈ കേസ് അതിൻ്റെ വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ അന്തിമഘട്ടത്തിലേക്കാണ് അടുത്തത് നീളുന്നത്. ഇതിൻ്റെ സുപ്രധാനമായ ഘട്ടമാണ് ഇപ്പോൾ കഴിയുന്നത്. നേരത്തെ 100 ദിവസത്തെ കണക്കെടുത്താൽ അതിൽ 80 ദിവസവും വിസ്താരം നടത്തിയത് പ്രതിഭാഗം 8ാം പ്രതിയുടെ അഭിഭാഷകൻ, 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ്. ആ വിസ്താരം മുഴുവൻ അതിനുവേണ്ടി അത്രയും സമയമെടുത്തതും ഈ 261 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിക്കാനാണ്. ബാക്കി 18 ദിവസങ്ങളാണ് ബാക്കിയുള്ള മുഴുവൻ 260 സാക്ഷികൾക്കും വേണ്ടി പ്രോസിക്യൂഷൻ എടുത്തത്. 18 ദിവസമാണ് എടുത്തത്. ഒരു ദിവസമാണ് മറ്റ് പ്രതികളുടെ എല്ലാം അഭിഭാഷകർ ഈ ക്രോസ് വിസ്താരത്തിനായി എടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഏറ്റവും കൂടുതൽ വിസ്തരിക്കപ്പെട്ടത്, സുദീർഘമായി വിസ്തരിക്കപ്പെട്ടത്, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ, ക്രിമിനൽ വിചാരണയുടെ ചരിത്രത്തിൽ ഇത്രയും നീളത്തിൽ വിസ്തരിക്കപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടാവില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ 8 മാസത്തിലധികം ജനുവരി 4-ാം തീയതി മുതൽ ഈ ദിവസം വരെയാണ് വിസ്തരിച്ചത്. ഇനി അടുത്തത് ഈ വിസ്താരം പൂർത്തിയായി കഴിയുമ്പോൾ വാദങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ വിസ്താരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, വിസ്താരത്തിൻ്റെയും സാക്ഷി വിസ്താരത്തിൻ്റെയും ക്രോസ് വിസ്താരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇനി വാദങ്ങളിലേക്ക് കടക്കാനുള്ളത്. ഈ വാദം ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും എടുക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ആ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ നിയമരംഗത്തുള്ളവർ തന്നെ അങ്ങനെ ഒരു വിവരമാണ്, അത്തരം സൂചനകളാണ് നമുക്ക് നൽകുന്നതും. ഏതാണ്ട് ഡിസംബർ കഴിയുമ്പോഴായിരിക്കും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വാദം പൂർത്തിയായി അതിൻ്റെ അന്തിമമായ വിധിയിലേക്ക് കടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിൻ്റെ പല ഭാഗങ്ങളുടെയും വിസ്താരം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി അതിജീവിതയെ സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ വിളിപ്പിച്ചിരുന്നു. അത് ഏതാണ്ട് 6 ദിവസത്തിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം സാക്ഷി വിസ്താരം നടത്തിയിരുന്നു. അവസാനം ആ അതിജീവിത തന്നെ വെളിപ്പെടുത്തിയത് കരഞ്ഞുകൊണ്ടാണ് താൻ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ്. കാരണം അവിടെ വെച്ച് സംഭവിച്ചത് താൻ അതുവരെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മാനസികമായ വ്യഥയാണ്, വിഷമവുമാണ് എന്നാണ് ദ ടൗൺ ഹാൾ പരിപാടിയിൽ, അതായത് ബർഖാദത്തിൻ്റെ ഒരു ഷോയിൽ ഈ അതിജീവിത തന്നെ വെളിപ്പെടുത്തിയത്, ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. അതായത് അതിപ്പോഴും ആ വിചാരണയാണ് അല്ലെങ്കിൽ സാക്ഷി വിസ്താരമാണ് അതിൻ്റെ അന്തിമഘട്ടം. ആ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി സാക്ഷികളുടെ ഈ പ്രതികളുടെയും പ്രോസിക്യൂഷനെയും വാദത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് അത് പോകുന്നത്. അടുത്ത ഒരു 2-3 മാസങ്ങൾ ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വാദപ്രതിവാദങ്ങളായിരിക്കും അടച്ചിട്ട കോടതി മുറിയിൽ നടക്കുക. അതിനുശേഷമായിരിക്കും അത് ഒരു വിധി പറയുന്ന തീയതിയിലേക്ക് പോകുന്നത്. അങ്ങനെ വിധി പറയുന്ന തീയതിയിലേക്ക് പോകുമ്പോൾ അത് എന്നത്തേക്കുണ്ടാകും എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ അടുത്ത സമീപമായ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ വിധിയും നമ്മുടെ മുന്നിലേക്ക് എത്തും. കൊച്ചി അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘ തലവൻ ബൈജു പൗലോസിന്റെ വിസ്താരം പൂർത്തിയായിരിക്കുന്നു. 109 ദിവസമാണ് ബൈജു പൗലോസിനെ വിസ്തരിച്ചത്. റോഷിപാലും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നിർണായകമായ ഒരു വാർത്തയായിരുന്നു. ശ്യാം ദേവരാജ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി ക്രോസ് വിസ്താരം നടക്കാനുണ്ട്, വാദം നടക്കാനുണ്ട്. അതിനുശേഷം ഒരു അന്തിമ വിധിന്യായം ഉണ്ടാകും. അത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നതും. അതിജീവിതയ്ക്ക് നീതി കിട്ടിയേ മതിയാകും.